നിന്റെ അടുത്ത് തന്നെ ഞാനും ഉണ്ടാവും. തന്റെ പേരും കൂടെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ക്ഷണക്കത്ത് അടിച്ചാൽ മാത്രം മതി. ഓഹോ, താലിയൊന്ന് ക്ഷണക്കത്തെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അനിയൻ ഒറ്റയ്ക്കെന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കാണെന്ന് തോന്നുന്നു. ഇതെന്താടോ, കയ്യിൽ മോതിരമൊക്കെ ഉണ്ടല്ലോ. എന്താ മോനെ, രഹസ്യമായിട്ട് വല്ല പരിപാടി ഉണ്ടോ? എന്താടാ കാര്യം? ഒന്നുമില്ല ഏട്ടാ. സാരമില്ല, പറയടാ. എന്ത് പറയാനാ? രാത്രി എവിടെ പോയിരുന്നു? രാത്രി ഞാൻ ഉറങ്ങായിരുന്നു. അപ്പൊ അനിയ, എല്ലാവരെ പോലെ ഞാനൊരു ഫ്ലാഷ് ബാക്ക് നിന്നോടൊന്ന് പറയട്ടെ. കോമ്പൗണ്ട് ഗേറ്റ് തുറന്ന് ബൈക്ക് കുറച്ചു ദൂരം തള്ളിക്കൊണ്ട് പോയിട്ട് പിന്നീട് നീ സ്റ്റാർട്ട് ചെയ്ത് പോയത് ഞാനും കണ്ടതാ. ശരി ഏട്ടാ, ഞാൻ പറയാം. ക്ഷേത്രത്തിൽ വെച്ച് ഞാനൊരു പെൺകുട്ടിയെ കണ്ടിരുന്നു. ഇത് അവളുടെ മോതിരവേട്ടാ. ആ പെൺകുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നീ പറയണമെന്നില്ല, കണ്ടപ്പോ മനസ്സിലായി. പക്ഷെ എനിക്കൊരു സംശയം. ഈ മോതിരം കാണുമ്പോ എന്താ? പക്ഷെ അതിനു മുമ്പ് ഒരു ചോദ്യം. അത് കഴിഞ്ഞിട്ട് എന്റെ സംശയം ചോദിക്കാം. നീ ഇഷ്ടപ്പെടുന്ന കാര്യം ആ പെൺകുട്ടിയോട് പറഞ്ഞോ? ഇല്ല. അവളുടെ ഇഷ്ടമെങ്ങാനും നിന്നോട് പറഞ്ഞോ? ഇല്ല. ഇത് അവൾ നിനക്ക് തന്ന മോതിരമാണോ? അല്ല, അറിയാതെ അവളുടെ കയ്യിൽ പിടിച്ചപ്പോ ഈ മോതിരം എന്റെ കയ്യിൽ പെട്ടതാ. അവൾക്കെങ്ങനെ അറിയാവോടാ ഈ മോതിരം നിന്റെ കയ്യിലുള്ള കാര്യം? ഇല്ലെന്നാ തോന്നുന്നേ. എനിക്ക് ഈ മോതിരം കാണുമ്പോ അവളുടെ നിശ്ചയം കഴിഞ്ഞതുപോലെയാടാ തോന്നുന്നേ. ഏയ്, പോസിറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറയേട്ടാ. അവളുടെ നിശ്ചയം കഴിയാൻ ഒരു ചാൻസും ഇല്ല. ഈ മോതിരം കണ്ടു കഴിഞ്ഞാ ഏതോ പഴയ കാലത്തുള്ള മോതിരം പോലുണ്ട്. അവളുടെ നിശ്ചയം കഴിയാൻ ചാൻസേ ഇല്ല. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായി. അതവളോട് പറയത്തെന്തേ? എനിക്ക് പറയണമെന്നൊക്കെയുണ്ട്. അതിനുവേണ്ടി മനസ്സ് തുടിക്കേ. നീ പറയാതിരുന്ന നിന്റെ മനസ്സ് വേദനിക്കും. ഞാൻ തമാശ പറഞ്ഞതാടാ. നീ ഈ മോതിരം തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നിന്റെ ഇഷ്ടം അവളോട് പറഞ്ഞോ? ഓൾ ദി ബെസ്റ്റ്. ദൈവമേ, ആ മോതിരം ഇല്ലെങ്കിൽ എനിക്ക് നാഗരൂപം സ്വീകരിക്കാനാവില്ല. നാഗലോകത്തിലേക്ക് തിരിച്ചു പോകാനും പറ്റില്ല. അങ്ങനെ വന്നാ ഞാൻ മരിച്ചതിന് തുല്യ. ആ മോതിരം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. ഇനി 10 മിനിറ്റ് കൂടിയുള്ളൂ. മണി 12 ആകാൻ. ഇനി എന്താ ചെയ്യാ? അർജുൻ, ഇനി വന്നേ മോനെ. വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കേ. മുത്തശ്ശി, ഒരു 10 മിനിറ്റ് പോയിട്ട് ഇതാ വരുന്നു. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇനി നിന്നെ നോക്കണ്ട. വാ, വന്ന് വിളക്ക് കത്തിക്കേ. എന്റെ സ്വീറ്റ് മുത്തശ്ശിയല്ലേ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാവുന്നേ. നീ എന്റെ സ്വീറ്റ് പേരക്കുട്ടിയല്ലേ, ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് പോയിക്കോ. വാടാ, ഇങ്ങോട്ട് തൊഴുതേ. തൊഴാനല്ലേ പറഞ്ഞത്? എന്റെ പൊന്നു മോനല്ലേ, വിളക്ക് കത്തിക്കേ. പോ. ഭഗവാനെ, എന്റെ അർജുനെ അങ്ങ് തന്നെ രക്ഷിക്കണേ. അങ്ങയുടെ അനുഗ്രഹം അവനെന്നും ഉണ്ടാവണം. പ്രേമലോല
ചേച്ചി എന്താ പറ്റി ചേച്ചി? ചേച്ചി എന്താ പറ്റിയെന്ന് പറ. ചേച്ചി എന്തു പറ്റി ചേച്ചി? ചേച്ചി എഴുന്നേൽക്ക് ചേച്ചി. ചേച്ചി ഞാനിതാ വെള്ളം എടുത്തിട്ട് വരുന്നു. അപ്പൂപ്പ ഇന്നലെ എനിക്ക് തീരെ ഉറക്കം വന്നില്ല സ്വാമി. നാഗകന്യക ഇപ്പൊ എവിടെയുണ്ടെന്ന് ദയവായി പറഞ്ഞാലും സ്വാമി. നാഗരാജാവിനെ കൊന്ന എനിക്ക് നാഗകന്യകയെ കൊല്ലാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങയുടെ അനുഗ്രഹം ഒന്ന് മാത്രം മതി എനിക്ക്. ആ നാഗകന്യക ഈ പ്രപഞ്ചത്തിലെ ഉണ്ടാവാൻ പാടില്ല. അവളെ ഞാൻ കൊന്നിരിക്കും. ഇന്നലെ നീ വന്നു പോയതിനു ശേഷം ദിക്കറിയുന്ന യന്ത്രത്തിൽ ആ നാഗകന്യകയുടെ വാസസ്ഥലം അറിയാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. പക്ഷേ സാധിച്ചില്ല. അതിനർത്ഥം ആ നാഗകന്യക എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ലെന്നല്ല. ഞാൻ തോറ്റുപോയിട്ടുമില്ല. അവൾ ഇപ്പോഴുള്ള സ്ഥലത്തിന്റെ മഹിമ അത്രത്തോളമാണ്. ദുഷ്ടശക്തികളുടെ ശ്രമങ്ങളൊന്നും ആ സ്ഥലത്തെ ഒരിക്കലും ബാധിക്കില്ല. ഞാൻ ലക്ഷ്യം വച്ച ഇത് അമ്പിന്റെ ദിശ ഇപ്പോ മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോ എന്ത് ചെയ്യും സ്വാമി? സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അത് ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. എന്നാൽ അത് ഏത് സ്ഥലമാണെന്ന് കണ്ടുപിടിക്കാനാവില്ലേ? ഇല്ലെങ്കിൽ തക്ഷക വനത്തിൽ നിന്ന് രക്ഷപ്പെട്ട നാഗകന്യക ഏത് ദിക്കിലേക്കായിരിക്കും പോയതെന്ന് പറയാനാവില്ലേ സ്വാമി? നിന്റെ ഉള്ളിലെ ഭയത്തിനും അല്ലെങ്കിൽ ആ നാഗകന്യകയെ കൊല്ലണമെന്ന ആഗ്രഹത്തിനും ഞാൻ പഠിച്ച വിദ്യകളോ മന്ത്രശക്തികളോ ഒന്നും ഉപയോഗിക്കാൻ സാധ്യമല്ല. ഞാൻ ചെയ്യാൻ പോകുന്ന പൂജയിൽ എന്തെങ്കിലും കുറവ് വന്നാൽ എനിക്കും ഞാനിരിക്കുന്ന ഈ സ്ഥലത്തിനും ആപത്താണ്. നീ വിഷമിക്കേണ്ടതില്ല. നിന്റെ കുടുംബത്തിന് എന്റെ സംരക്ഷണമുണ്ട്. ആ നാഗകന്യകയെ കണ്ടുപിടിക്കുന്നതിൽ വിജയം നമുക്കൊപ്പമാവും. കണ്ടുപിടിക്കും. ആ നാഗകന്യക എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കും. ചൂടുകാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞയാൾക്ക് അവൾ എവിടെയുണ്ടെന്നും എന്ത് ചെയ്യുന്നു എന്നും പറയാനാണോ പാട്? കണ്ടുപിടിക്കാം. എന്നാൽ ശരി സ്വാമി, അവൾ എവിടെയുണ്ടെന്ന് പറയൂ. ഞാൻ അവളെ തീർത്തേക്കാം. നാഗകന്യകയെ കൊല്ലണമെന്ന ചിന്ത മാത്രമരുത്. നാഗമാണിക്യം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമവും വേണം. അതിനുവേണ്ടി നാളെ നമ്മൾ ദൈവങ്ങൾക്കും ക്ഷുദ്രശക്തികൾക്കും പൂജ ചെയ്യേണ്ടതുണ്ട്. ആ നാഗകന്യക എവിടെയാണുള്ളതെന്ന് നാളെ ഞാൻ നിന്നോട് പറയാം രുദ്ര. ഇപ്പൊ പൊയ്ക്കോ. ജയ് മഹാകാള. എന്തോ പറ്റി? മോതിരം കാണാത്തോണ്ട് വിഷമിച്ച് കരഞ്ഞു കരഞ്ഞ് ടയേർഡായോ? എന്നോട് ക്ഷമിക്ക്. ചിരിക്കടോ. ഇന്നെങ്കിലും തന്റെ പേരൊന്ന് പറയോ? തന്റെ പേര് അത് വിട്ടേക്ക്. തനിക്ക് എപ്പോ പറയാൻ തോന്നുന്നു അപ്പൊ പറഞ്ഞാ മതി. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെ നോക്കല്ലേ. എന്റെ ഹൃദയം വളരെ ലോലമാണ്. താങ്ങാൻ പറ്റില്ല. അതെന്താന്ന് വെച്ചാ
ഇവളിത് എവിടെ പോയി? തന്റെ പിന്നാലെ വന്ന് ശല്യപ്പെടുത്താണെന്ന് വിചാരിക്കരുത്. എന്റെ കൂടെയുള്ളവർ എപ്പോഴും സന്തോഷിക്കണമെന്ന് കരുതി ഞാൻ ചില കോമഡിയൊക്കെ കാണിക്കാറുണ്ട്. എന്നാ എല്ലാം കോമഡിയായിട്ടൊന്നും അല്ല കാണാറ്, കോമഡിയും ചെയ്യാറില്ല. തന്നെ എവിടെയോ കണ്ട പോലെ ആ ഒരു ഫീലിലാ തന്നോട് എനിക്ക് ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ ആഗ്രഹം തോന്നിയത്. തന്നെ ഞാൻ ആ അമ്പലത്തിൽ വെച്ച് കാണുന്നതിന് മുന്നേ എവിടെയോ കണ്ടു എന്നുള്ളൊരു തോന്നലാ തന്നെ ഫോളോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. തന്നെ കണ്ട ഉടനെ എന്റെ മനസ്സിൽ എന്താ തോന്നിയെന്നറിയോ? ഇതിനു മുന്നേ തന്നെ ഞാൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാ. ചില കാര്യങ്ങള് മനസ്സിൽ സ്വപ്നങ്ങൾ ഉണ്ടാക്കും. മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞു, കേട്ടതിന് താങ്ക്സ്. പൊയ്ക്കോളൂ, വീണ്ടും തിരിച്ചിങ്ങോട്ട് വരരുത്. ഇല്ല, അത് പൊയ്ക്കോളൂ. ഈ നാഗമാണിക്യം കൊണ്ട് എനിക്കും ചിലത് നേടാനുണ്ട്. ഇത് കയ്യിലുണ്ടായിട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. രുദ്രനാണ് കാരണം. അവന് സംശയം തോന്നിയാൽ എല്ലാം തീർന്നു. ആ ഭൈരവസ്വാമിയും രുദ്രനോടൊപ്പമാണ്. സാഹചര്യം ഇങ്ങനെയാവുമ്പോൾ ഈ നാഗമാണിക്യം റൂമിലിരിക്കുന്നത് സേഫല്ല. ഇത് മറ്റെവിടെയും വയ്ക്കാനും സാധ്യമല്ല. ഇനി എന്തു ചെയ്യും? രുദ്രന് നാഗമാണിക്യത്തെപ്പറ്റി അറിയാതിരിക്കാൻ ഈ നാഗമാണിക്യം ഉപയോഗിക്കാതെ എത്ര നാളിങ്ങനെ വെറുതെ ഇരിക്കും? എന്താ ഇപ്പൊ ചെയ്യുക? ചേട്ടാ, എന്താ രുദ്ര, എന്താ കാര്യം? ഒന്നുമില്ല ഏട്ടാ, വെറുതെ വന്നതാ. വെറുതെ എന്തിനാ വരുന്നേ? എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ വന്നാ പോരെ? തെറ്റായിപ്പോയെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കൂ ഏട്ടാ. ഏട്ടന്റെ റൂമായതുകൊണ്ടാ ഞാൻ വന്നത്. ഏട്ടൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? എല്ലാവർക്കും എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റില്ല, മനസ്സിലായോ? ഇന്നത്തെ പോലെ ആയിരിക്കില്ല ഒരുപക്ഷെ നാളെ. 1000 പ്രശ്നങ്ങളുണ്ടാവും. പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നത് എന്ത് വിളിച്ചായിരുന്നു ഏട്ടാ? അത് കറണ്ട് ഇല്ലായിരുന്നല്ലോ, ടോർച്ചിന്റെ വിളിച്ചവാ. ഇവിടെ മറ്റു റൂമുകളിലെല്ലാം കറണ്ട് ഉണ്ടല്ലോ, എന്നിട്ട് ഇവിടെ മാത്രം ഇല്ലെന്നോ? അതെ രുദ്ര, ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഒരു പുസ്തകം വായിക്കണമായിരുന്നു, അത് കാണുന്നില്ല. അതാ ടോർച്ച് തെളിച്ച് നോക്കിക്കൊണ്ടിരുന്നത്. ഹാളിൽ കറണ്ട് ഉണ്ട് ഏട്ടാ, വാ നമുക്ക് അങ്ങോട്ട് പോകും. അതെയല്ലേ? വാ. जय महाकाला। सर्वे भवन्तु सुखिनः, सर्वे सन्तु निरामयाः, सर्वे भद्राणि पश्यन्तु, मा कश्चित् दुःखभाग् भवेत्।
सुखिनः सर्वे सन्तु निरामयाः 1 കിലോ സ്വർണം ഇപ്പൊ ക്ഷേത്രത്തിലേക്ക് പോകാൻ പോകുന്നു. ക്ഷേത്രത്തിൽ ഇപ്പൊ തന്നെ ഒരുപാടുണ്ട്. ആ ശിവഭഗവാൻ 3 കണ്ണുകളിൽ 1 കണ്ണ് തുറന്നെങ്കിൽ ഈ സ്വത്ത് മുഴുവൻ എനിക്ക് കൈവിട്ടു പോകുമായിരുന്നു. ഈ തങ്ക തൃശൂലം മഹാദേവന് സമർപ്പിച്ചിട്ട് നന്നായി പ്രാർത്ഥിക്കുമോനെ. എല്ലാം നന്നായിട്ട് വരും. 1 വർഷത്തിനകം ഈ വീട്ടില് തൊട്ടിലിന്റെ ശബ്ദം കേൾക്കും. ശരി അമ്മേ, ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. ശരി മോനെ, ഞങ്ങൾ പോയിട്ട് വരാം. ശരി മോളെ. സരോജ 1 മിനിറ്റ്. ഇതാ പാല് കുടിക്കേ. ഇപ്പൊ വേണ്ട ചെറിയമ്മേ. രാവിലെ മുതലേ വ്രതമെടുക്കുമല്ലേ, കുടിക്കുമോളെ. കുടിക്കേ. തൃശൂലം ഒരു ഗുണവും ഉണ്ടാക്കില്ല, പക്ഷെ എന്റെ ഈ മരുന്ന് ഗുണം ചെയ്യും. തൃശൂലമല്ല, നീ തങ്കത്തേര് കൊടുത്താലും നിനക്ക് കുട്ടികൾ ഉണ്ടാവില്ല. ജോത്സ്യർ പറഞ്ഞതൊന്നും ഫലിക്കില്ല. ചെല്ല് ക്ഷേത്രത്തിൽ പോയി തൃശൂലമൊക്കെ കൊടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് വാ. കാണാം. ഇങ്ങിതാ. ഞങ്ങൾ പോയിട്ട് വരാം ചെറിയമ്മേ. പോയിട്ട് വരും. അതല്ല, ഈ തൃശൂലം കണ്ട് ഭഗവാൻ അവർക്ക് വരം കൊടുത്താൽ എന്തു ചെയ്യും? ഒന്നും മിണ്ടാതിരിക്കെ. സരോജത്തിന് കുട്ടികൾ ഉണ്ടാവില്ല. കുടിപ്പിച്ച് പറഞ്ഞയച്ചതല്ലേ കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ. ഞാൻ ഇന്നുവരെ അങ്ങോട്ടൊന്നും ചോദിച്ചിട്ടില്ല. എന്ന് ഇന്ന് ഞാൻ ചോദിക്കുക. അതെനിക്ക് വേണ്ടിയല്ല. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവൾ നന്നായിരിക്കണം. ക്ഷേത്രവും അവളുടെ വീട്. അവൾ എപ്പോഴും അവിടെ ഉണ്ടാവാറ്. ആ മനുഷ്യൻ ആരാണ്? എന്തിനാ ഞാനുള്ളിടത്തെല്ലാം അദ്ദേഹം വരുന്നത്? എന്താ അയാളുടെ ഉദ്ദേശം? എന്റെ മോതിരം എങ്ങനെയാ ആ കൈകളിൽ എത്തിയത്? അതെങ്ങനെ വീണ്ടും തിരികെ വന്നു? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. മനുഷ്യലോകത്തിലാണ് ഞാനിപ്പോ ഉള്ളത്. ഒരുമിച്ചൊരു ജീവിതം സാധ്യമല്ല. വഴി കാട്ടിത്തരൂ ഈശ്വര. രാത്രി മുഴുവൻ പൂജ ചെയ്ത് എന്റെ ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ മന്ത്രശക്തിയുടെ ബലം കൊണ്ട് ദിവ്യ സൃഷ്ടി പൂജ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതുകൊണ്ട് നാഗകന്യകയുടെ വാസസ്ഥലം അറിയാൻ കഴിയുമോ സ്വാമി? അറിയാനാകും രുദ്ര. അവൾ എവിടെയാണ്? എന്ത് ചെയ്യുകയാണ്? അവളുടെ ലക്ഷ്യം എന്താണ്? എല്ലാം നമുക്കറിയാം രുദ്ര. എങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും സ്വാമി. അവൾ എവിടെയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഞാൻ അവളെ എന്ത് ചെയ്യുന്നു കണ്ടോളൂ. ധൃതി വയ്ക്കാതെ രുദ്ര. സമാധാനം. എതിരാളി നമുക്കടുത്തെത്തുന്നത് വരെ വളരെ ശ്രദ്ധയോടെ ഇരുന്ന് അവരെ ആക്രമിക്കണം. ചെറിയ അബദ്ധങ്ങൾ, അനാവശ്യ തിടുക്കം, അത് നമ്മളെ ആകെ നശിപ്പിക്കും.
നീ അന്ന് സമാധാനത്തോടെ ബുദ്ധിപരമായി നാഗരാജാവിനെ ഉപയോഗിച്ചിരുന്നെങ്കിൽ നാഗമാണിക്യം നമുക്ക് സ്വന്തമായേനെ. ഇത്രയും കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഒന്നും നേരിടേണ്ട ആവശ്യം വരില്ലായിരുന്നു. ക്ഷമിക്കണം സ്വാമി, പഴയ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് ദയവ് ചെയ്തതിനെ വിഷമിപ്പിക്കരുത്. സാരമില്ല. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന ശക്തി ഒരു പ്രാവശ്യമേ പ്രയോജനപ്പെടൂ. മതിയാകും സ്വാമി. ഒരു തവണ അവൾ എവിടെ ഉണ്ടെന്ന് പറയൂ, അത് മതി. ഇച്ഛാധാരി നാഗകന്യക നേരത്തെ തന്നെ മനുഷ്യലോകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതെ, നിന്റെ കുടുംബം എവിടെയുണ്ടെന്ന് അന്വേഷിക്കുകയാണവൾ. അവൾ തന്റെ രൂപം മാറിയിരിക്കുകയാണ്. ശരിക്കും ഒരു കന്യക, അതും ഒരു സാധാരണ മനുഷ്യ സ്ത്രീയായി. അവൾ നാഗകന്യകയാണെന്ന് ആർക്കും അറിയില്ല. അറിയാനാവാത്ത രീതിയിൽ അവൾ മനുഷ്യലോകത്ത് ജീവിച്ചു വരികയാണ്. സ്വാമി, അവളുടെ വാസസ്ഥലം? പറയാം, എല്ലാം ഞാൻ പറയാം. ജയ് മഹാകാള! സ്വന്തം രൂപം മാറ്റി ഈ മനുഷ്യലോകത്തിൽ മനുഷ്യരൂപത്തിലിരിക്കുന്ന ഇച്ഛാധാരി നാഗകന്യക എവിടെയാണെന്ന് പറയാ. അവളിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് പറയാ. എവിടെയാണെന്ന് എനിക്ക് കാട്ടിത്താ. ജയ് മഹാകാള! ചേച്ചി, മാല എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. മഹാദേവൻ ഈ മാല ഇഷ്ടാവൂ അല്ലേ? ഇനിയും ഒരു മാല കൂടി വേണം. ഇത് മതിയാവില്ല, ഇന്ന് രുദ്രാഭിഷേകം ഉള്ളതാണ്. അതെ, ഇന്ന് ക്ഷേത്രം മുഴുവൻ പൂ കൊണ്ട് അലങ്കരിക്കണം. ഇന്നിവിടെ ആരോ മഹാദേവന് തങ്ക തൃശൂലം കൊടുക്കാൻ പോവാ. ഇന്നത്തെ പ്രസാദം നല്ല രസമായിരിക്കും അല്ലേ? ചേച്ചി, ചേച്ചിയുടെ നഷ്ടപ്പെട്ട മോതിരം തിരിച്ചു തന്നില്ലേ? ആ ചേട്ടൻ എന്ത് നല്ല ആളാ അല്ലേ? മല്ലി, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല. ആ ചേട്ടനെ ഇഷ്ടപ്പെട്ടോ? ഏയ്, നീ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ എന്നോട് മിണ്ടണമെന്നില്ല. മായാടി. ഇത് പൂജാരിയുടെ കയ്യിൽ കൊണ്ടുകൊടുക്ക. എവിടെയോ മനുഷ്യരൂപത്തിലിരിക്കുന്ന ആ നാഗകന്യക ഏത് നാട്ടിലാണെന്നും എവിടെയാണുള്ളതെന്നും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അറിയാം രുദ്ര. ജയ് മഹാകാള! ഈശ്വര, എന്താ ഇങ്ങനെയൊക്കെ? ഇതെന്തെങ്കിലും അപശകുനമാണോ? എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചന എങ്ങാനും ആണോ ഇത്? പൂജയ്ക്ക് വേണ്ടി, അങ്ങയുടെ അലങ്കാരത്തിന് വേണ്ടി കൊണ്ടുവന്ന ഈ പൂവ് എന്തുകൊണ്ട് നിലത്ത് വീണത്? മനസ്സിൽ എന്തോ ഒരു വെപ്രാളം പോലെ. ഒരു പക്ഷേ എതിരാളികൾ എന്റെ അടയാളം അന്വേഷിക്കുകയാണോ? എനിക്കെതിരെ തന്ത്രങ്ങൾ മെനയുകയാണോ? ദുഷ്ടശക്തികളുടെ പിടിയിൽ നിന്നും എന്നെ രക്ഷിക്കണേ ഭഗവാനെ.